പത്തനംതിട്ടയിൽ നിന്ന് 6 വർഷം മുമ്പ് കാണാതായ ജസ്നയ്ക്ക് തന്റെ സഹപാഠിയെ ഇഷ്ടമായിരുന്നുവെന്ന് CBI. എന്നാൽ സഹപാഠി മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. കേസ് അവസാനിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് CBI ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതാകുന്നത്. അതിന് തലേ ദിവസം ജസ്ന ഈ സഹപാഠിയെ ഫോൺ ചെയ്തു. സഹോദരന്റെ വിലക്കുള്ളതിനാൽ അയാൾ ഫോൺ എടുത്തില്ല. തുടർന്ന് ഇത് തന്റെ അവസാന കോളായിരിക്കുമെന്ന് ജസ്ന സന്ദേശം അയച്ചു. പിന്നീട് സഹപാഠി ഫോൺ എടുത്തപ്പോൾ ഇനി വിളിക്കില്ലെന്ന് ജസ്ന പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തതിനു ശേഷം താൻ മരിക്കാൻ പോകുകയാണെന്ന സന്ദേശവും അയച്ചു. ഈ സഹപാഠിയും ഹോസ്റ്റൽ മുറിയിലെ 3 കൂട്ടുകാരികളും ഒഴികെ മറ്റാരുമായും ജസ്നയ്ക്ക് അടുപ്പമുണ്ടായിരുന്നില്ല. സഹോദരിക്ക് പുറമെ ജസ്ന ഏറ്റവും കൂടുതൽ തവണ ഫോൺ ചെയ്തിട്ടുള്ളത് ഈ സഹപാഠിയെയാണ്. എന്നാൽ ഇരുവരും തമ്മിൽ പ്രണയമുണ്ടായിരുന്നില്ല എന്നാണ് CBIയുടെ കണ്ടെത്തൽ. ഈ വിദ്യാർത്ഥിയെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കിയെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചില്ലെന്നും CBI പറയുന്നു. ജസ്ന പ്രണയിച്ച് ഒളിച്ചോടാനോ മതം മാറാനോ ഉള്ള സാധ്യതയില്ലെന്നും CBI റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു.